Hello everyone, Assalamu alaikum. Mehsooqന്റെ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കൂൺസ്, ഹെയർ ഹെന്ന പേസ്റ്റും DIY ഹെന്ന കിറ്റ്സിനൊക്കെ ശേഷം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പുതിയ പ്രൊഡക്റ്റ് ആണ് മെഹ്സൂഖ് ഹെയർ ഗ്ലൂ പാക്ക്. മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന 9 ആയുർവേദിക് ഹെർബ്സ് അടങ്ങുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഈ പൗഡർ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തലയിൽ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കാർഡും നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ പാക്കിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ബ്രഹ്മി, ബൃങ്ങാതി, ചെമ്പരത്തി, റോസ്, കറിവേപ്പില, തുളസി, ശിഖക്കായ്, അലോവേര, നെല്ലിക്ക അങ്ങനെയുള്ള 9 ആയുർവേദിക് ആയിട്ടുള്ള ഹെർബ്സ് ആണ്. ഇതിൽ ഓരോന്നും മുടിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ മുടിക്ക് കരുത്തും അതുപോലെ നല്ലൊരു തിളക്കമൊക്കെ കൊടുക്കാൻ സഹായിക്കും. ഏതൊരു ഹെയർ മാസ്കും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏറ്റവും എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അതിനു മുന്നേ നമ്മുടെ തലയിൽ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെഹ്സൂഖിൻ്റെ തന്നെ ഹെയർ ഓയിലാണ്. മൈലാഞ്ചി, നീലാമരി, ചെറിയ ഉള്ളി, ഉലുവ പിന്നെ ഒരുപാട് പച്ചമരുന്നുകളും കൂടെ ഇട്ട് കാച്ചിയ നല്ലൊരു ഹെയർ ഓയിലാണിത്. ഈ ഓയിലിന് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറാണുള്ളത്. മുടി കൊഴിച്ചിലും അതുപോലെ അകാല നരയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കും. എണ്ണയുടെ ഗുണങ്ങൾ നല്ലപോലെ തലയിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ എണ്ണയ്ക്ക് ഒരു ചെറിയ ചൂടുണ്ടാവണം. നമ്മൾ പലപ്പോഴും ഒഴിവാക്കാറുള്ളൊരു സ്റ്റെപ്പാണിത്. പക്ഷെ ചെറിയ ചൂടുള്ള എണ്ണയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിസിസ് ഈ എണ്ണയെ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് തലയോട്ടിയിലേക്ക് ഇറക്കും. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു വലിയ ബൗളിലേക്ക് വെച്ചിട്ട് അതിന് ചുറ്റും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എണ്ണ ആവശ്യത്തിന് ചൂടായി കാണും. എണ്ണ തേക്കുന്നതിന് മുന്നേ ഞാൻ മുടി നന്നായിട്ട് ചീകി ചെടിയൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ പാർട്ടീഷനിലായിട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ശരിക്കും മുടിക്കല്ല, നമ്മുടെ സ്കാൽപ്പിനാണ് എണ്ണ വേണ്ടത്. അപ്പോൾ നമ്മുടെ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ ആവുന്ന രീതിയിൽ വകച്ചിലുകൾ എടുത്തിട്ട് ഓരോ വകച്ചിലും ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കണം. പക്ഷെ മുടിയിൽ ഹെന്ന ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എണ്ണ ഇട്ടിട്ട് ഹെന്ന ചെയ്യരുത്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എണ്ണ ഇട്ടാൽ ഹെന്നയുടെ ആ കളറിന് നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. ഈ പാക്ക് നമ്മൾ കളറിങ്ങിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരു ഷൈനും അതുപോലെ സ്ട്രെങ്ത്തും ഒക്കെ മുടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാക്ക് നമ്മൾ തലയിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സൈഡിൽ നിന്നും പാർട്ടീഷൻ എടുത്തിട്ട് നല്ലപോലെ സ്കാൽപ്പിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് എണ്ണ തേക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു ഭാഗമാണ് നമ്മുടെ നെറുകും അതുപോലെ തലയുടെ ബാക്ക് സൈഡും. പക്ഷേ അതൊക്കെ നമുക്ക് എണ്ണ വളരെ അത്യാവശ്യമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ എണ്ണ എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. സ്കാൽപ്പിലും നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം ഞാൻ മുടിയകളിലും എണ്ണ തേച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ ഒരുപാട് തേച്ച് കൊടുക്കരുത്, കുറച്ചൊന്ന് തൊട്ട് വരട്ടിയാൽ മതി. കാരണം അധികം ഷാമ്പു എത്താൻ പാടില്ലാത്ത സ്ഥലമാണത്. അപ്പോൾ ഒരുപാട് എണ്ണ തേക്കുകയാണെങ്കിൽ നമ്മൾ ആ എണ്ണ കളയാൻ വേണ്ടിയിട്ട് അത്രയും തന്നെ ഷാമ്പു ഇടേണ്ടി വരും. അതുപോലെ തന്നെ മുടിയുടെ തുമ്പിലും നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത്. മുടിയുടെ തുമ്പ് ഒരുപാട് ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് സ്പ്ലിറ്റൻസ് വരുന്നത്. അപ്പോൾ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മുടിയുടെ തുമ്പിലും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനിയാണ് എണ്ണ തേക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഭാഗം. നമ്മുടെ തലയ്ക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് വേണം തല മസാജ് ചെയ്യാൻ. അങ്ങനെ വിരൽ തുമ്പ് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോഴാണ് നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾസ് ഒന്ന് വലിയുന്നുണ്ടാവും. അപ്പോൾ പിന്നീട് നല്ല തിക്കായിട്ടുള്ള ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഈ മോഷൻ നമ്മുടെ ഹെയർ ഫോൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് അടിയിലേക്കും അതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്കും ഒക്കെ മസാജ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ എണ്ണ ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഹെയർ ഗ്ലോ പാക്ക് ഇടാൻ. അപ്പോൾ ആ സമയം നമുക്ക് നമ്മുടെ ഹെയർ ഗ്ലോ പാക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. മുട്ടയിലും തൈരിലുമാണ് നമ്മൾ ഈ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഹെയർ മാസ്കുകളിൽ നമ്മൾ മുട്ട ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട വളരെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് പാക്കാണ്. മുട്ടയ്ക്കകത്ത് നല്ല യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ള വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉണ്ട്.
ഒരുപാട് എക്സ്പേർട്സൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതായ വിറ്റമിൻ എ, വിറ്റമിൻ ഇ, അതുപോലെ ബയോട്ടിൻ ആൻഡ് ഫോളേറ്റ് എന്നൊക്കെയുള്ള ന്യൂട്രിയൻസ് മുട്ടയ്ക്കകത്ത് ഒരുപാടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിയെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് തൈര്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിന് ഒരുപാട് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ ഒരു ഹെയർ പാക്ക് ആയിട്ട് ഇടുമ്പോൾ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന താരനും അതുപോലെ എന്തെങ്കിലും ചുറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ മിക്സറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റായ ഹെയർ ഗ്ലോ പാക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ആൾക്ക് അത്യാവശ്യം ലെങ്ത്തുള്ള ഹെയർ ഉള്ള കാരണം ഒരു 5 ടേബിൾ സ്പൂണോളം ഹെയർ ഗ്ലോ പാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയും തൈരും മുട്ടയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ പാക്ക് നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളത് പൊക്കിയിട്ട് താഴെ ഇടുകയാണെങ്കിൽ ഒരു 2 സെക്കൻഡിനുള്ളിൽ അത് താഴെ വീഴണം. അപ്പോൾ നമ്മൾ എണ്ണ ഇട്ടിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മുടി സെൻറ്റർ പാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പാക്ക് കുറച്ചായിട്ട് തേച്ച് കൊടുക്കാം. ആദ്യം നമ്മുടെ മുടിയുടെ റൂട്ട്സിലാണ് തേക്കേണ്ടത്. പിന്നെ അവിടുന്ന് തന്നെ ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷൻ നീളം തന്നെ ഈ പാക്ക് തേച്ച് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ജനറസ് ആയിട്ട് തന്നെ പേസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യണം. ഞാൻ ഹെയർ ഹെന്ന അപ്ലൈ ചെയ്യുന്ന രീതി ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ മാസ്കും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആ സെക്ഷൻ്റെ റൂട്ട് തൊട്ട് ടിപ്പ് വരെ പേസ്റ്റ് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സെക്ഷൻ ഓഫ് ഹെയർ ഒരു ബണ്ണ് പോലെ ചുറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം മെസ്സി ഒന്നും ആവാണ്ട് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഈ ബണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന അടുത്ത സെക്ഷൻ ഓഫ് ഹെയർ ഈ ബണ്ണിന് ചുറ്റും നല്ലപോലെ ഒട്ടി നിൽക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ഇതുപോലെ റൂട്ട്സിലും അതുപോലെ മുടിയുടെ ലെങ്ത്തിലും ടിപ്പിലൊക്കെ ഈ പേസ്റ്റ് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നേരത്തെ ചുറ്റി വെച്ച ബണ്ണിന് ചുറ്റും ചുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ ബണ്ണിന് ചുറ്റും കുറച്ചും കൂടി പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേ പ്രോസസ്സാണ് നമ്മൾ മൊത്തം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് റൂട്ട്സിലും മുടിയുടെ ലെങ്ത്തിലും ടിപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഈ ബണ്ണിന് ചുറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഹെയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 3 കണ്ടീഷനാണ് വേണ്ടത്. അതിലൊന്ന് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെല്ലിക്കയും തുളസിയും അതുപോലെ കറിവേപ്പിലൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനും അതുപോലെ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിയിച്ച് കളഞ്ഞ് നമ്മുടെ സ്കാൽപ്പിനെ വളരെയധികം വൃത്തിയാക്കി തരും. പിന്നെ നമുക്ക് വേണ്ട കണ്ടീഷൻ നമ്മുടെ മുടി എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുടി ഒരിക്കലും അധികം ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈരും അതുപോലെ റോസും ഹിബിസ്കസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അലോവേരയും നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ്. 3ാമത്തെ കണ്ടീഷൻ നമ്മുടെ മുടിക്ക് കരുത്തുള്ള റൂട്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. റൂട്ട്സ് നല്ല സ്ട്രോങ് ആയാലാണ് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഹ്മി, ബൃങ്ങാതി അതുപോലെ ശികക്കായൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടിയെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ഹെർബ്സ് കൊണ്ട് തന്നെ തീർത്തു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനെ നല്ല രീതിയിൽ മാറ്റി മുടിക്ക് നല്ലൊരു ഷൈനും അതുപോലെ ലസ്റ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാക്കിന് ഹെയർ ഗ്ലോ പാക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ മാസ്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്ലോ പാക്ക് ഇട്ടത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി വന്ന പേസ്റ്റും കൂടെ ഞാൻ എത്താത്ത ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ ഈ ഹെയർ ഗ്ലോ പാക്ക് മുടിയിൽ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാക്ക് 1 മണിക്കൂറെങ്കിലും നമ്മൾ തലയിലിട്ടിരിക്കണം. അപ്പോൾ അത്രയും നേരം നമ്മൾ ബാക്കി ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷവർ ക്യാപ്പ് തലയിലിട്ട് കൊടുക്കാം. അങ്ങനെ 1 മണിക്കൂർ നേരം ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞപ്പോൾ ഈ റിസൾട്ടാണ് മുടിക്ക് വന്നത്. മുടി വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷൈൻ ആൻഡ് ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് കാണാം. പകൽ വെളിച്ചത്തിൽ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഭംഗി മനസ്സിലാവുന്നത്. മുടി നമ്മൾ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഒട്ടും ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കോമ്പ് യൂസ് ചെയ്തിട്ട് മുടി ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഹെയർ ഗ്ലോ പാക്ക് മാസത്തിൽ ഒരു 2 തവണ നമ്മുടെ സെൽഫ് കെയർ റൂട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലോയിങ് ഹെയർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ കാണാം.